ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സബ്വൂഫറിൻ്റെയും അതുപോലെ തന്നെ സ്പീക്കറിൻ്റെയൊക്കെ കോയിൽ, സ്പൈഡർ, കോൺപേപ്പർ, ഡസ്റ്റി ആപ്പ് ഇതൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു സബ്വൂഫറാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തേക്കുന്ന സബ്വൂഫറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴയ പേപ്പറും കോയിലെല്ലാം ഞാനിവിടെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിലാണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ സൈഡുകളെല്ലാം പഴയ പേപ്പർ ഒട്ടിച്ച് പശയെല്ലാം കാണും. അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ പുതിയ പേപ്പർ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രെയിമിന് ചുറ്റുണ്ടായിരുന്ന പശയെല്ലാം ഞാനിവിടെ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിയ കോയിൽ സെറ്റ് ചെയ്യണം എങ്ങനെ നോക്കാം. അപ്പോൾ ഈ കാണുന്നതായിരുന്നു ഈ ഒരു ബൂഫറിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒറിജിനൽ കോയിൽ. അപ്പോൾ ഇത് സ്പീക്കറിനും ബൂഫറിനൊക്കെയാണ് ഈ ഒരു കോയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിന് വാട്ട്സ് കുറവാണ്. അപ്പോൾ നമ്മളിന്നിവിടെ സബ്വൂഫർ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഈ ഒരു പഴയ കോയിൽ ഉപയോഗിച്ച പവർ കിട്ടില്ല. അതുകൊണ്ട് സെയിം സൈസിലുള്ള ബൈൻഡിങ് കൂടിയ വാട്ട്സ് കൂടി ഈ ഒരു കോയിലാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു പുതിയ കോയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേടിച്ച സമയത്ത് 30 രൂപയായിരുന്നു ആയത്. ഇപ്പോൾ ഇതിന് 35 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെയുള്ള സ്പെയറെല്ലാം മേടിച്ചത് തൊടുപുഴയുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഈ കാണുന്ന ഈ സ്പൈഡറിന് 15 രൂപയാണ് ആയത്. 6 ഇഞ്ചിൻ്റെ സബ്വൂഫറിന് ഉപയോഗിക്കുന്ന ഈ ഒരു കോൺ പേപ്പറിന് 70 രൂപയായി. 6 ഇഞ്ചിൻ്റെ ബൂഫറിന് ഉപയോഗിക്കുന്ന ഈ ഒരു കോൺ പേപ്പറിന് 15 രൂപയുള്ളൂ. പിന്നെ ഈ കാണുന്ന ഈ ഒരു സൈസിലുള്ള ഡസ്റ്റ് ക്യാപ്പിന് 5 രൂപയാണ് ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പുകളൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഓൺലൈനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ സ്പീക്കറിൻ്റെയും ബൂഫറിൻ്റെയും കിട്ടില്ല. എറണാകുളം, തൃശ്ശൂർ സൈഡിലുള്ള കടകളിലൊക്കെ ആണെങ്കിൽ ഇതിലും റേറ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്പീക്കറുകളുടെയും ബൂഫറുകളുടെയൊക്കെ ഏറ്റവും കൂടുതൽ ടാസ്ക് വരുന്നത് ഈ ഒരു കോയിൽ സെറ്റ് ചെയ്യാനാണ്. ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടില്ല. അതുപോലെ പുതിയ കോയിൽ മേടിക്കുന്ന സമയത്ത് ഒരുപാട് വാട്ട്സ് കൂടിയ കോയിലൊന്നും മേടിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു പുതിയ കോയിൽ ഉപയോഗിക്കാൻ പോകുന്ന പഴയ സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ ബൂഫറിൻ്റെ പഴയ മാഗ്നറ്റിന് ഇത് മാച്ചിങ് ആണെന്ന് നോക്കണം. ഈ ഒരു മാഗ്നറ്റിനുള്ള കട്ടിനേക്കാളും കുറവായിരിക്കണം കോയിലിൻ്റെ അളവ്. എങ്കിലാണ് ഈ ഒരു കോയിൽ മുന്നോട്ടും പുറകോട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുള്ളൂ. പിന്നെ അടുത്തായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു കോയിൽ ഇതുപോലെ സ്പീക്കറിലോ അല്ലെങ്കിൽ ബൂഫറിലോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിയിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു കോയിലിൻ്റെ ആ ഒരു ബൈൻഡിങ് കറക്റ്റ് സെൻട്രലായിട്ട് വരണം. എങ്കിലാണ് നല്ല വോളിയത്തിലൊക്കെ പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് ഇത് ഓരോരുത്തരും ടച്ച് ആകാതെ കറക്റ്റായിട്ട് മൂവിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് കോയിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ കോയിലിൻ്റെ ഈ 2 ലീഡുകളും ഫ്രെയിമിലുള്ള വയർ കണക്ടറിൻ്റെ നേരെ വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇനി അടുത്തായിട്ട് ഇതുപോലെ മിനുസമുള്ള പേപ്പർ എന്തെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ കോയിലിൻ്റെ ബൈൻഡിങ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പൊക്കി പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെല്ലാം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തങ്ങനെ ഈ പേപ്പറുകളെല്ലാം വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോയിലിന് ചുറ്റും ഇതുപോലെ ചെറിയ പീസ് പേപ്പറെല്ലാം വെച്ച് സെറ്റ് ചെയ്യുന്നത് ഇതൊരു സ്പേസർ പോലെയാണ്. കോയിലും സ്പൈഡറെല്ലാം ചേർത്ത് വെച്ച് ഒട്ടിച്ച് സെറ്റായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഈ സ്പേസറായിട്ട് വെച്ചാണ് പേപ്പറെല്ലാം ഊരിക്കളയും. അപ്പോൾ ഇങ്ങനെ സ്പേസർ പോലെ വെച്ചെങ്കിലാണ് കറക്റ്റായിട്ട് കോയിൽ നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. കോയിൽ ഈ കാണുന്ന പോലെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് പോലെ സ്പേസർ എന്തെങ്കിലും വെച്ച് മുറുക്കുക. ആദ്യമേ വലിയ സ്പീക്കറിലും ബൂഫറിലൊക്കെ നമുക്ക് റോഡ് പോലെ സ്പേസർ വെക്കാൻ പറ്റും. ഇതിൽ നമുക്കിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കേണ്ടി വന്നു. അപ്പോൾ കോയിൽ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പവർ കിട്ടില്ല. അതുപോലെ കോയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും സൗണ്ട് പതറിപ്പോവും. അപ്പോൾ ഇതുപോലെ സ്പേസർ പോലെ വെക്കുവാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് സ്പൈഡർ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്പൈഡറുകളും പല അളവിലുള്ളത് മേടിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സ്പീക്കറിൻ്റെ അളവ് പറഞ്ഞാലൊന്നും അത് കറക്റ്റ് ആവണമെന്നില്ല, പലതിലും വ്യത്യാസമുണ്ട്. അപ്പോൾ പഴയ സ്പീക്കറോ ബൂഫറൊക്കെ കൊണ്ടുപോയി വെച്ച് മേടിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ളതെല്ലാം കറക്റ്റ് അളവിനുള്ളത് മേടിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പഴയ പശയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റിനും നമുക്കിനി പുതിയ പശ ഇടാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ചെറിയ ട്യൂബിന് 15 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് ചുറ്റിന് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യമേ ഇവിടെ മാത്രമാണ് പശ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് വേണം സ്പൈഡർ ഒട്ടിക്കാൻ. സ്പൈഡറിൻ്റെ സെൻറ്ററിലുള്ള ഹോളിലൂടെ കോയിൽ മുകളിലേക്ക് വരുന്ന രീതിയിലേക്ക് വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സ്പൈഡറിന് ചുറ്റും ഇതുപോലെ ഒന്ന് പതിയൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുക, കറക്റ്റ് ചേർന്ന് ഒട്ടാനായിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പശയിട്ട് ഒട്ടിക്കേണ്ടത് ഈ ഒരു സ്പൈഡറും ഈ ഒരു കോയിലും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോർഷൻ വെച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് പശ ഇറങ്ങി പോകരുത്, ചുറ്റിനും മാത്രമാണ് ഒട്ടിക്കാവുള്ളൂ. ഇതുപോലുള്ള ഫെബി ബോണ്ട് ഉപയോഗിച്ചതൊന്നും ഒട്ടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. ഇതിങ്ങനെല്ലാം ഒട്ടിച്ചെടുക്കുന്നതെല്ലാം ഏകദേശം 1 ദിവസം കഴിഞ്ഞെങ്കിലാണ് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള ഫെബി ബോണ്ട് പശ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പുകളിലും അതുപോലെ ഹാർഡ്വെയർ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന പോലെ കോയിലിന് ചുറ്റിനും പശയിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിമിന് ചുറ്റിനും കൂടെ നന്നായിട്ട് പശയിടണം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കോൺ പേപ്പർ വെച്ച് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല ഇതിൽ പശയിലിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺ പേപ്പറും കൂടെ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഈ ഒരു കോൺ പേപ്പർ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് കോയിലിൻ്റെ 2 ലീഡുകളും പുറത്തേക്ക് വരുന്ന രീതി വെക്കണം. ഇനി ഈ കോൺ പേപ്പർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പശ എല്ലായിടത്തേക്കും ഒരേപോലെ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ബീഡിങ്ങും എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പേസർ പോലെ വെച്ചേക്കുന്ന ഈ പേപ്പർ ഇത് നമ്മൾ ലാസ്റ്റാണ് എടുത്ത് കളയുന്നത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട്. ഇനി അടുത്തായിട്ട് പശയിട്ട് ഒട്ടിക്കുന്നത് ഈ ഒരു കോയിലും അതുപോലെ ഈ കോൺ പേപ്പറും തമ്മിൽ ജോയിൻ്റ് ആകുന്ന ഈ ഒരു പോർഷൻ ഇതിൻ്റെയും ചുറ്റിനും പുറമേ പശയിട്ട് ഒട്ടിക്കണം. ഇതിന് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അങ്ങനെ നമ്മളിവിടെ പശയെല്ലാം ഉപയോഗിച്ച് ഒട്ടിച്ച് എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ഈ സ്പേസർ പോലെ വെച്ചേക്കുന്ന ഈ പേപ്പറിൻ്റെ ഈ പീസെല്ലാം നമുക്ക് എടുത്ത് കളയാം. ഇനി ഈ കോൺ പേപ്പറിൻ്റെ സെൻറ്ററിൽ പിടിച്ചതുവരെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കോയിൽ എവിടെയെങ്കിലൊക്കെ വരേണ്ടോന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ഈ കോയിലിൻ്റെ ലീഡിലേക്ക് ബാറ്ററിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം ഓക്കെ ആണെന്ന്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കോയിലിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കോൺ പേപ്പറിൽ 2 ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ ഈ കോൺ പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന ഡസ്റ്റ് ക്യാപ്പിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ വേണം ഈ ഹോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാനിവിടെ 2 ഹോൾ ഇട്ട് അടിയിലെ വയർ കണക്ട് 2 മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഹോളിലൂടെ. അപ്പോൾ കോയിലിൻ്റെ 2 ലീഡിലെയും പുറമേയുള്ള കോട്ടിങ് ചിരണ്ടി കളഞ്ഞാലാണ് സോൾഡർ ചെയ്താൽ പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ലെഡ് പിടിക്കില്ല. ഇനി അടുത്തായിട്ട് കോയിലിൻ്റെ 2 ലീഡും കണക്ടറിലേക്ക് സോൾഡർ ചെയ്ത് ഉറപ്പിച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ 2 ലീഡും കറക്റ്റായിട്ട് ഇതിലേക്ക് സോൾഡർ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. സോൾഡർ ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ കോയിൽ ഇതും കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുവാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് വരുന്ന ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പശയൊക്കെ ഇട്ട് ഒട്ടിക്കണം. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫയലിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഡസ്റ്റ് ക്യാപ്പും കൂടെ വെച്ച് ഒട്ടിക്കാനുണ്ട്. ഇനി ഈ ഡസ്റ്റ് ക്യാപ്പിൻ്റെ അടിവശത്തോടെ ഇത് കാണുന്ന പോലെ ചുറ്റിനും പശയിടുക നന്നായിട്ട്. ഇതിന് ഈ കോൺ പേപ്പറിൻ്റെ സെൻറ്ററിൽ വെച്ചത് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഈ ഡസ്റ്റ് ക്യാപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റും കൂടെ വെച്ചിട്ടാണ് കറക്റ്റായിട്ട് ചേർന്നിരുന്ന് ഒട്ടുള്ളൂ. അതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്നെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ചേർന്നിരുന്ന് ഒട്ടാനായിട്ട്. ഇനി ഇതിൽ ഫൈനലായിട്ട് നമുക്ക് ഈ റബ്ബർ ബീഡിങ് കൂടെ ഈ സൈഡിൽ കൂടെ ഇട്ട് ഒട്ടിക്കാനുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ റബ്ബർ ബ്രഷ് ഇതിൽ ഒട്ടിക്കുന്നില്ല. ഒട്ടിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇതും കൂടി ഇതിൽ വെച്ച് ഒട്ടിച്ച് കഴിയുമ്പം ഈ കോൺ പേപ്പറിൻ്റെ സൈഡിൽ കൂടെയുള്ള ബീഡിങ് ഇത് തമ്മിൽ ഒരേയും സൗണ്ടിൻ്റെ ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഒട്ടിക്കാതെ ഉപയോഗിക്കാം. അപ്പോൾ ഈ സബ്വൂഫറിൽ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം കാരണമാണ് അധികം നേരം പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. നമ്മൾ യൂട്യൂബിലിടുന്ന ഈ സെയിം വീഡിയോ തന്നെയാണ് ഫേസ്ബുക്കിൽ ഇടുന്നത്. രണ്ടിലെയും കോപ്പിറൈറ്റ് സോങ്ങുകളും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും അതുപോലെ കംപ്ലൈൻ്റ് ആയ സ്പീക്കറോ അതല്ലെങ്കിൽ ബൂഫറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്പെയറുകളൊക്കെ മേടിച്ച് സ്വയമേ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ അറിയില്ലെങ്കിൽ പഴയ സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ ബൂഫറിൻ്റെയൊക്കെ സ്പെയറുകൾ കടയിൽ കൊണ്ടുപോയി നോക്കി ചെക്ക് ചെയ്ത് മാച്ചിങ് ആണോ നോക്കിയിട്ട് മേടിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഈ സ്പെയറുകളെല്ലാം മേടിച്ച ഷോപ്പ് ഈ കാണുന്നതാണ്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്റർ മാറിയാണ് ഈ ഷോപ്പുള്ളത്. തന്നിന്തിരിപ്പടിക്ക് തൊട്ട് മുമ്പായിട്ട്. ഈ ഒരു ഷോപ്പിൽ കൊറിയർ സർവീസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്പർ കൊടുക്കാത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു സബ്വൂഫർ ടെസ്റ്റ് ചെയ്ത് കേൾപ്പിച്ച് ഈ കാണുന്ന ഒരു USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട് നേരെ ഈ ബൂഫറിലേക്ക് കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.